നിങ്ങൾ സൂപ്പർ വിജയികൾ എന്ന് കേട്ടിട്ടുണ്ടോ? തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആൾക്കാർ ആനിവർ. ഇവർ എങ്ങനെയാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ വിജയികൾ രാവിലെ 8 മണിക്ക് മുമ്പ് ചെയ്യുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രഭാത സമയം ചിട്ടയായി ഉപയോഗപ്പെടുത്തുന്നത് വിജയകരവും ആരോഗ്യകരവുമായ ജീവിതശൈലിയുടെ താക്കോലാണെന്ന് ഓർക്കുക. നേരത്തെ എഴുന്നേൽക്കുക എന്നത് പല ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്ന സിഇഒമാർ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, മറ്റ് സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള ആളുകൾ എന്നിവരിൽ കാണപ്പെടുന്ന ഒരു പൊതു സ്വഭാവമാണ്. മാർഗരറ്റ് താച്ചർ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു. അമേരിക്കയിലെ 1000-ൽ പരം മനോഹരമായ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ച ഫ്രാങ്ക് ലോയ്ഡ് റൈറ്റ് പുലർച്ചെ 4 മണിക്കും, ഡിസ്നി ലാൻഡിൻ്റെ സിഇഒ റോബർട്ട് ഈഗർ പുലർച്ചെ 4:30ക്കും ഉറക്കമുണരുന്നു. നിങ്ങൾ ഇപ്പോഴെന്താ ചിന്തിക്കുന്നത്? ഞാൻ രാത്രി വൈകും വരെ എൻ്റെ ജോലി വളരെ നന്നായി ചെയ്യുന്നുണ്ട് എന്നല്ലേ? എന്നാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര വേഗത്തിലല്ല. ഇൻകോർപ്പറേഷൻ മാഗസിൻ അനുസരിച്ച് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ആളുകൾ കൂടുതൽ സജീവവും കൂടുതൽ ഉൽപ്പാദന ക്ഷമതയുമുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ എഴുന്നേറ്റ് ചിട്ടയായ ജീവിതം നയിക്കുന്നവർക്ക് ആരോഗ്യപരമായ ഒരുപാട് മെച്ചം ലഭിക്കുന്നു. വിജയകരമായ ആളുകൾ രാവിലെ 8-ന് മുമ്പ് ചെയ്യുന്ന 5 കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, എക്സസൈസ് അഥവാ വ്യായാമം. ദിവസവും ജോലി ചെയ്യുന്ന മിക്ക ആളുകളും രാവിലെ വ്യായാമം ചെയ്യുന്നു. ഇത് രാവിലെയുള്ള ഒരു യോഗ സെഷനോ അല്ലെങ്കിൽ ജിമ്മിലേക്കുള്ള ഒരു യാത്രയോ ആകാം. വ്യായാമം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുകയും ഒരു പരിപൂർണത സ്വയം ഫീൽ ചെയ്യുകയും ചെയ്യും. അന്നത്തെ ദിവസം ജോലി സ്ഥലത്ത് കൂടുതൽ ഉണർവോടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. രാവിലത്തെ വ്യായാമം നിങ്ങൾക്ക് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാനുള്ള അവസരം ഒഴിവാക്കി തരും. ഒരു 15 മിനിറ്റ് ജോഗിങ്ങിന് പോവുക, അല്ലെങ്കിൽ വീടിന് ചുറ്റും ഒന്ന് നല്ല സ്പീഡിൽ 3 വട്ടമെങ്കിലും നടക്കുക. അതുമല്ലെങ്കിൽ ബെഡ്റൂമിൽ തന്നെ ആയാലും മതി. ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യിപ്പിക്കാനും ഒരു 10 പുഷപ്പെങ്കിലും എടുക്കാനും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തെ ഉണർത്താൻ സഹായിക്കുകയും നിങ്ങളുടെ മാത്രം ദിവസത്തിനായി നിങ്ങളെ മാനസികമായും ശാരീരികമായും തയ്യാറാക്കുകയും ചെയ്യും. രണ്ടാമത്തെ, നിങ്ങളുടെ ദിവസം റൂട്ട് മാപ്പ് ചെയ്യുക. ഓരോ ദിവസവും കൃത്യമായി ഷെഡ്യൂളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും ചെയ്യേണ്ടുന്ന കാര്യങ്ങളും മാപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സാധ്യതകൾ വളരെ നല്ല തോതിൽ വർദ്ധിക്കുന്നു. പ്രഭാതം ഇതിനുള്ള നല്ല സമയമാണ്. കാരണം പലപ്പോഴും ഒരു വ്യക്തിക്ക് ദിവസം മുഴുവൻ നോക്കിയാൽ ലഭിക്കുന്ന ഒരേ ഒരു ശാന്തമായ സമയമാണിത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലെ മുൻഗണനാക്രമം അനുസരിച്ച് ചെയ്യാൻ മാനസികമായി ഈ ശാന്തതയുടെ സമയം സഹായിക്കുന്നു. ഒരു ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാനസികാരോഗ്യത്തെക്കുറിച്ച് മറക്കരുത്. ആശയ സംവാദങ്ങൾ നടന്ന ഒരു മീറ്റിങ്ങിന് ശേഷം പുറത്ത് ഒന്ന് വേഗത്തിൽ നടക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മേശയിൽ തന്നെ ഒരു നിമിഷം ധ്യാനിക്കാനോ 10 മിനിറ്റ് ഇടവേള ആസൂത്രണം ചെയ്യണം. മൂന്നാമത്തെ, ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം കഴിക്കുക. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പ്രഭാത ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. പലരും 1 കപ്പ് കാപ്പിയും ഒഴിഞ്ഞ വയറുമായി ജോലി സ്ഥലത്തേക്ക് ഓടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നിങ്ങളുടെ തീന്മേശയിലിരുന്ന് നിങ്ങളുടെ ഓഫീസിന് പുറത്ത് അല്ലെങ്കിൽ അകത്ത് എത്ര നേരത്തെ കാര്യങ്ങൾ സജ്ജമാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നല്ലതേ അല്ല. നിങ്ങളുടെ ശരീരത്തിന് മുന്നിലുള്ള ജോലികൾക്കായി അത് ചെയ്തു തീർക്കുന്നതിനായി ഇന്ധനം നൽകുന്നതിന് രാവിലെ കുറച്ചധികം സമയം എടുക്കുക. കാര്യങ്ങൾ ചെയ്യാൻ കയ്യിലുള്ളവ എന്തെല്ലാമാണെന്നതിനെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കാൻ ഇത് സഹായിക്കും. പ്രഭാത ഭക്ഷണം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിന് നല്ലതാണെന്ന് മാത്രമല്ല, കുടുംബങ്ങളുമായി ഇടപെടാൻ പറ്റിയ നല്ല സമയം കൂടിയാണത്. നിങ്ങളുടെ കുട്ടികളുമായോ പങ്കാളിയുമായോ 5 മിനിറ്റ് സംസാരിക്കുന്ന പോലും വീടിന് പുറത്തേക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മാനസിക ഊർജ്ജത്തെ വർദ്ധിപ്പിക്കും. 4, വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം. പ്രത്യേകിച്ച് കൊറോണ സാഹചര്യങ്ങളിൽ നാം നമ്മുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ പലപ്പോഴും ഇതിനിടയിൽ നമ്മുടെ മാനസികാരോഗ്യം അവഗണിക്കപ്പെടും. ഉള്ളിൽ ധ്യാനിക്കുന്നതിനോ മനസ്സിൽ ഭാവിയെക്കുറിച്ച് ദൃശ്യവൽക്കരിക്കുന്നതിനോ ശാന്തമായ സമയം ചെലവഴിക്കാൻ അനുയോജ്യമായ സമയമാണ് പ്രഭാതം. നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ ആ ദിവസത്തെ ഒന്ന് ദൃശ്യവൽക്കരിക്കാൻ അല്പസമയം എടുക്കുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വിജയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 1-2 മിനിറ്റ് വിഷ്വലൈസേഷനും പോസിറ്റീവ് ചിന്തയും പോലും നിങ്ങളുടെ മാനസികാവസ്ഥയും ആ ദിവസത്തെ ജോലി ഭാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മെച്ചപ്പെടുത്താൻ സഹായിക്കും. 5, നിങ്ങളുടെ ദിവസത്തെ ടോപ്പ് ഹെവി ആക്കുക.
ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദിവസം മുഴുവനും അല്ലെങ്കിൽ ആഴ്ച മുഴുവനും നിങ്ങൾ ഇത് ചെയ്ത് തീരുന്നവരെ നീട്ടിവെക്കുകയും അവസാനം അത് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യുന്നു. ഇനിയും ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥ വരെ. ഇങ്ങനെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറച്ച് സ്വയം രക്ഷപ്പെടാൻ ഒരു എളുപ്പവഴി പറയാം. ആദ്യം നിങ്ങളുടെ ചെയ്യാനുള്ള പട്ടികയിൽ നിന്ന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ തീരുമാനിക്കുക എന്നതാണത്. നിങ്ങൾക്കത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തേ പറ്റൂ. ഒരുപക്ഷെ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാനും ചെയ്തു തീർക്കാനും സാധിക്കും. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കി ഒരു കോഫി കുടിച്ച് വിരസത അകറ്റുന്നതിനെ പറ്റി ആലോചിക്കുന്നത് നിർത്തുക. പകരം ആ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്തു തുടങ്ങുമെന്നോ അല്ലെങ്കിൽ അത് തീർത്തതിന് ശേഷമോ മാത്രമേ ഒരു കോഫി കുടിക്കൂ എന്ന് പ്രഭാതത്തിൽ തന്നെ തീരുമാനിക്കുക. സാധാരണയായി കൂടുതൽ വിശ്രമിക്കുകയും ഊർജ്ജനില ഉയരുകയും ചെയ്യുന്ന സമയമാണ് പ്രഭാതം. അതിനാൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പ്രഭാതത്തിൽ നിങ്ങൾ കൂടുതൽ സജ്ജരാണ്. ആ രീതിയിൽ ഒന്ന് നോക്കുക. നിങ്ങളുടെ അന്നത്തെ ദിവസം ക്രമേണ എളുപ്പമാകും. നിങ്ങളുടെ പ്രവർത്തന ദിവസം അവസാനിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളിൽ മുഴുകുകയും നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ കൂടുതൽ വിശ്രമിക്കാൻ സാധിക്കുകയും ചെയ്യും. വിജയത്തിലെത്താനായി സൂപ്പർ വിജയികൾ ചെയ്യുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.